ന്യൂ കുപ്പി ഗൈസ്, പുതിയ കുപ്പി വാങ്ങി. ഇവിടെ വെയിലായി, വെള്ളം കുടിക്കാൻ. ഒഴിഞ്ഞ ഞാൻ വിചാരിച്ചു ഇവിടെ ഓടിപ്പോയോന്ന്. ഇവള് പിന്നെ ധൈര്യശാലിയാ, ക്യാമറ വരെ. ഇവളങ്ങനെ നിക്കത്തില്ല. അപ്പൊ ഇന്ന് തൊട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് സെം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ലേഡീസിന്റെയും മെൻസിന്റെയും ഒക്കെ ഗാർമെന്റ്സ് ഒക്കെ ഇതിലായിരിക്കും നമുക്ക് പഠിപ്പിച്ചു തരിക. കിഡ്സിന്റെ സെക്ഷൻ വേറെയാണ്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇന്നത്തെ ഡേ ആണ് ഫസ്റ്റ് ഡേ. പ്ലെയിൻ കമ്മീസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇന്ന് എന്തൊക്കെ നമ്മൾ പഠിക്കുന്നു, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശമാക്കുന്നത്. സത്യം പറഞ്ഞ ഒരു ഫാഷൻ ഡിസൈനറിന്റെ ലൈഫ് എന്ന് പറയുന്നത് കാണുന്ന പോലെ തുന്നൽ പഠിക്കാൻ പോവോ തയ്യൽ പഠിക്കാൻ പോവോ എന്നുള്ളതല്ല. അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാറ്റേൺ കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെം കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് സെം ആവാനായപ്പോഴാണ് മൈൻഡിലേക്ക് ഒന്ന് കത്തിയത്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊന്നും വളരെ എളുപ്പമായ കാര്യങ്ങളല്ല. ഈ മാത്സിനെ പേടിച്ചിട്ടാണ് ഈ ഫാഷൻ ഡിസൈനിങ് തന്നെ സത്യം പറഞ്ഞ എടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മാത്സിന്റെ വേറെ ഏതൊക്കെയോ വെർഷനാണ്. എയും ബിയും സിയും ഡിയും കാണാത്ത പലതരം ഐറ്റംസ്. അപ്പൊ നമ്മൾ പ്ലെയിൻ കമ്മീസിന്റെ ക്ലാസ്, തിയറി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാറ്റേൺ കട്ട് ചെയ്യും. പാറ്റേൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാറ്റേൺ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുക. ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആവാനായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിക്കുന്നതിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇന്ന് എവിടെയും കാണാത്ത പോലെ അത്രയും ക്യാരറ്റുകളാണ് എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത്. പകുതിയും ക്യാരറ്റ്. അതിന്റെ ഇടയിൽ ഇതാ ഇഡ്ലി ഉപ്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഫുഡാണ്. ഇഡ്ലി ഉപ്മാവ് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും കഴിച്ചു നോക്കണം. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഉള്ളി വഴണ്ടിരിക്കുന്നതാണ്. എന്തൊരു ടേസ്റ്റ് ആണ് ദൈവമേ ഈ സാധനത്തിന്. എന്തായാലും അപാര സാധനമാണ്. എന്തായാലും അശ്വതിക്ക് ഞാൻ താങ്ക്സ് പറയണം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇഡ്ലി ഉപ്മാവ് കഴിച്ചത്. അപ്പൊ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പാറ്റേൺ ആണ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാറ്റേൺ യൂസ് ചെയ്തിട്ട് ക്ലോത്ത് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലോത്ത് കട്ടിങ് ആണ് ഈ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ പിറ്റേന്ന് വന്നിട്ടായിരിക്കും നമ്മളത് സ്റ്റിച്ച് ചെയ്യുക. ഇന്നത്തെ ഇത് നമ്മൾ വീട്ടിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ റെക്കോർഡിലേക്കുള്ളത് ക്ലാസ്സിൽ വന്നിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. നമ്മൾ ഈ ഒരു സാധനം തന്നെ ചിലപ്പോൾ 3 വട്ടം ചെയ്യേണ്ടി വരും. ഒന്ന് നമ്മളിപ്പോൾ ഈ റഫായിട്ട് ചെയ്യുന്നത്, പിന്നെ റെക്കോർഡിലേക്കുള്ളത്, പിന്നെ അതിന്റെ മിനിയേച്ചർ. അപ്പൊ ഈ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. ശരിക്കും നമുക്ക് നല്ല ടെൻഷൻ ആവും. കാരണം ക്ലോത്ത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊളായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ശരിക്കും ഈ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ തന്നെ ഇത്തിരി കോൺഫിഡന്റ് ആയത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. പിന്നെ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ വന്നിട്ട് ഇതിന്റെ ബാലൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കും. അപ്പോൾ ഒരു നാരങ്ങ സോഡയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പൊ ഇന്നത്രയേ ഉള്ളൂ. ബൈ ബൈ.